മലയാളികളെ സംബന്ധിച്ചിടത്തോളം വി ആർ ദ മോസ്റ്റ് ലിറ്ററേറ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. അപ്പോൾ ഒരു ശരാശരി മലയാളിക്ക്, ഡയബറ്റിക് ആയ ഒരു മലയാളിക്ക് മധുരം കുറയ്ക്കണം, അല്ലെങ്കിൽ പച്ചക്കറി കഴിക്കണം, അല്ലെങ്കിൽ സമയത്തിന് കിടന്നുറങ്ങണം, എക്സസൈസ് ചെയ്യണം, ഇതൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, റൈറ്റ്? ബട്ട് സ്റ്റിൽ നാഷണൽ ആവറേജ്, അപ്പൊ ഇന്ത്യ ഈസ് ഫാസ്റ്റ് ബിക്കമിങ് ദ ഡയബറ്റീസ് ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ്. അതിൽ ഇന്ത്യയിൽ തന്നെ ഡയബറ്റിക് പ്രിവലൻസിന്റെ ഡബിൾ ആണ് കേരളവും മറ്റ് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എല്ലാം. അപ്പോൾ ഒരു ശരാശരി മലയാളിക്ക് ഡയബറ്റീസ് ആയെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാഞ്ഞിട്ടല്ല, ലിറ്ററേറ്റ് ആണ്. ബട്ട് സ്റ്റിൽ വി ആർ ഓൾമോസ്റ്റ് നമ്പർ 1 when it comes to diabetes in India. Why is that so? അത് നമ്മൾ മലയാളിനെ പൂർണ്ണമായിട്ട് കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇപ്പം നമ്മളുടെ പ്രിവലൻസ്, നാഷണൽ പ്രിവലൻസ് ഓഫ് ഡയബറ്റീസ് എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളം 1 among the highest prevalence സ്റ്റേറ്റ് ആണ്. തമിഴ്നാടുണ്ട്, പിന്നെ നോർത്ത് ഇന്ത്യയിലാണ് പഞ്ചാബ് ഉണ്ട്. അപ്പം ഇതിനൊരു പ്രത്യേക കാരണമുണ്ട്. അപ്പം നമ്മളിപ്പം എത്രയൊക്കെ കെയർഫുൾ ആയി കഴിഞ്ഞാലും നമ്മൾ പറയില്ലേ, ചില മോഡിഫയബിൾ ഫാക്ടേഴ്സ് ഉണ്ട്, ചില നോൺ മോഡിഫയബിൾ ഫാക്ടേഴ്സ്. അപ്പം മോഡിഫയബിൾ ഫാക്ടേഴ്സ് ആണ് നമ്മൾ പറയുന്ന പോലെ ഭക്ഷണം, എക്സസൈസ്, ലൈഫ് സ്റ്റൈലൊക്കെ. ചില നോൺ മോഡിഫയബിൾ ഫാക്ടേഴ്സ് ഉണ്ട്, അത് നമ്മുടെ ജെനറ്റിക്സ്. അപ്പം നമുക്കറിയാം, നമുക്ക് സൗത്ത് ഏഷ്യൻ ഫെനോടൈപ്പ് എന്ന സാധനമാണ്. അതായത് നമുക്ക് ആവറേജ് ആയിട്ടുള്ളൊരു സൗത്ത് ഇന്ത്യൻ ആണെങ്കിൽ മലയാളം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ കൊക്കേഷ്യൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അവരുടെ BMI അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മളെ BMI ഉണ്ടെങ്കിലും അത് ഈക്വൽ എടുത്തു കഴിഞ്ഞാൽ പോലും നമ്മുടെ അബ്ഡോമിനൽ സർക്കംഫറൻസ് അല്ലെങ്കിൽ വേസ്റ്റ് സർക്കംഫറൻസ് കൂടുതലായിരിക്കും, അബ്ഡോമിനൽ ഒബേസിറ്റി കൂടുതലായിരിക്കും. നമ്മൾ പറയും ആ അബ്ഡോമിനൽ ഒബേസിറ്റി ആണ് ബേസിക്കലി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും തുടക്കം. അപ്പം അവിടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരും, അങ്ങനെ ഡയബറ്റീസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടും. സ്റ്റഡീസ് ഒക്കെ എന്താ കാണിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രിവലൻസ് കൂടുതലെന്ന് മാത്രമല്ല, ഏജ് ഓഫ് ഓൺസെറ്റ് അവരെക്കാട്ടും ഒരു 10 വർഷം മുമ്പേ നമുക്ക് ഡയബറ്റീസ് വരുന്നുണ്ട്. രണ്ടാമത് നമുക്കുള്ള കോംപ്ലിക്കേഷൻ റേറ്റ് അതും അവരെക്കാട്ടും ഒരു 10 വർഷം മുമ്പേ നമുക്ക് വരുന്നുണ്ട്. അപ്പം ഇതൊക്കെ കാണിക്കുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നോൺ മോഡിഫയബിൾ ആയിട്ടുള്ള കുറേ കാരണങ്ങൾ, ജനറ്റിക് ഫാക്ടേഴ്സ് നമുക്കുണ്ട് ഡയബറ്റീസ് വരാൻ വേണ്ടിയിട്ടെന്നുള്ളതാണ് കാണിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് മലയാളം പൂർണ്ണമായും കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് എപ്പോഴും നമ്മൾ കുറച്ചുകൂടി കെയർഫുൾ ആണ് ഡയബറ്റീസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. എസ്പെഷ്യലി നമുക്ക് ഓവർ വെയിറ്റ് ഉണ്ട്, ഒബേസിറ്റി ഉണ്ട്, വയറിൽ ഫാറ്റ് കൂടുതലുണ്ട്, ഫാമിലി ഹിസ്റ്ററി ഉണ്ട്, നമ്മളുടെ ജോലി ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ പോലുള്ള സാധനങ്ങളാണ് ഉണ്ടാവുന്നതെങ്കിലൊക്കെ നമ്മൾ കുറച്ചുകൂടി കെയർഫുൾ ആവും. അപ്പോൾ അതിന് നമ്മൾ സ്ക്രീനിങ് ചെയ്യണം, ഷുഗർ ഉണ്ടോ എന്ന് നോക്കണം, അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അതാണ് അതിൻ്റെ ഒരു സ്പിരിറ്റ്.